ഹായ്, ഇന്ന് ഞാൻ മത്തി വെച്ചിട്ട് മീൻ പീരയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. മത്തി വെച്ചിട്ട് അതുപോലെ നത്തൾ മീൻ വെച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങയും 8 ചെറിയുള്ളിയും പിന്നെ ഒരു 5 വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് മിക്സിയിൽ ഒതുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ മിക്സ് ഒരു മൺചട്ടിയിലേക്ക് മാറ്റി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട്. ക്ലീൻ ചെയ്തെടുത്ത മത്തി 3 കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ മിക്സിയിലേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് തിരുമ്മിയെടുക്കണം. 1 സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇത് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ മത്തി പൊതുവേ ഫ്രൈ ചെയ്യുകയോ കറി വയ്ക്കുകയൊക്കെയല്ലേ ചെയ്യുക. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ അടിപൊളിയാണ്. ഇനി ഈ റെഡിയാക്കി എടുത്ത മിക്സ് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. 2 കഷ്ണം കൊടുമ്പുളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ച് വെള്ളം വറ്റുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് 10 മിനിറ്റോളം ഇത് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കണം. മത്തിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ. മത്തിയായാലും നത്തൾ മീനായാലും പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ മത്തിപ്പീര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൈഡ് ഡിഷാണ് കേട്ടോ ഇത്. മത്തി കൂട്ടാൻ മടിയുള്ളവർക്കൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഇഷ്ടമാവും, അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വിളമ്പിയെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യണേ.